വിശപ്പ് മാറ്റാൻ 4 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള തെങ്ങിലേക്ക് വലിഞ്ഞു കയറി തേങ്ങ പിരിച്ചെടുത്ത കൊച്ചി സ്വദേശി പി.വി. ജോൺ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ഡിഗ്രികൾ നേടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഔന്നിത്യങ്ങളിലെത്തി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അതിജീവനത്തിന്റെ പാതയിലൂടെ വിശപ്പിനെയും ദാരിദ്ര്യത്തെയും കഠിനമായി നേരിട്ട് ജോൺ തന്റെ നേട്ടങ്ങൾ കൈവരിച്ചത്. കൂലിപ്പണിക്കാരനായിരുന്ന പിതാവിന്റെയും വീട്ടുജോലിക്കാരിയായിരുന്ന മാതാവിന്റെയും 5 മക്കളിൽ ഇളയവനായിരുന്നു ജോൺ. 3rd ക്ലാസ്സോടെ കഷ്ടിച്ചാണ് 10ാം തരം പാസ്സായത്. തുടർന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി വരെ പഠിച്ചത് വൈദ്യുതി ഇല്ലാത്ത ഒരു കുടിലായിരുന്നു. സ്ഥിരമായി വരുമാനമില്ലാതിരുന്ന വീട്ടിൽ 2 നേരം ഭക്ഷണം അപൂർവമായിരുന്നു. കൊച്ചിയിലെ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് എറണാകുളം SRV സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിനായി എത്തിയതാണ് ഉയർച്ചയ്ക്ക് വഴിത്തിരിവായത്. SRV സ്കൂളിലെ സുമതി ടീച്ചർ, കോളേജ് വിദ്യാഭ്യാസ കാലത്തെ തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിലെ സഹപാഠികൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന വന്ദന, അക്കാലത്തെ സ്വപ്നമായിരുന്ന വർമ്മ ആൻഡ് വർമ്മ തുടങ്ങിയ നിരവധി പേരുടെ സ്നേഹവും കരുതലും വിദ്യാഭ്യാസ കാലത്ത് തുണയായി. ഉറച്ച ലക്ഷ്യബോധത്തിലൂന്നിയ ജീവിതത്തിൽ പിന്നെ ബിരുദങ്ങളുടെ പെരുമഴക്കാലം. ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് നേടാവുന്നതിൽ അധികം ബിരുദങ്ങൾ. കലാസാഹിത്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ തലത്തിൽ രൂപവത്കരിച്ചിട്ടുള്ള സംഘം കലാ ഗ്രൂപ്പ് കൊച്ചി ചാപ്റ്ററിന്റെ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയതായിരുന്നു ജോൺ. നമ്മൾ വിചാരിച്ച ഏത് പാവപ്പെട്ടവനാണെങ്കിലും അവൻ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് ഡിറ്റർമിനേഷനോടുകൂടി, സെൽഫ് കോൺഫിഡൻസോടുകൂടി, സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയും അപ്പനമ്മമാരെ ബഹുമാനിക്കുകയും ടീച്ചേഴ്സിനെ ബഹുമാനിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചാൽ ഏതൊരാൾക്കും അത്യുന്നതിലെത്താൻ ഒരു പ്രയാസമില്ല എന്നാണ് എൻ്റെ ജീവിതം പറയുന്നത്. കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഡെവലപ്മെന്റ് ഓഫീസർ CJ മാത്യു, സംഘം കലാഗ്രൂപ്പിന്റെ മാഗസിൻ എഡിറ്റർ TP സലിം കുമാർ, സെക്രട്ടറി ഗോപകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.